ഹലോ, കളിക്കളം, ഇത് പടക്കളം. വെൽക്കം ബാക്ക് ടു വേദിക് വ്ലോഗ്സ്. നിങ്ങളുടെ കോളേജിലെ ഒരു അധ്യാപകന് ഒരു സൂപ്പർ പവർ ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതെ, പടക്കളം എന്ന സിനിമ ഇങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരു കഥയാണ് പറയുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ പോയിട്ട് ഒരു നല്ല ട്രീറ്റ് കിട്ടിയ ഒരു അനുഭവമാണ് പടക്കളം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കോമഡിയും ഫാൻറ്റസിയും ചേർത്തുള്ള ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു കോളേജ്, അവിടെ പഠിക്കുന്ന 4 സുഹൃത്തുക്കൾ, ഇവരെ കാണിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത്. പിന്നീട് ഒരു മാജിക്കൽ എലമെൻറ്റ് ഉണ്ടാവുകയും അതുവരെ സാധാരണമായിരുന്ന അവരുടെ ജീവിതം പൂർണ്ണമായി മാറുകയും ചെയ്യുന്നു. കോമഡിയും ത്രില്ലും ചെറിയ തോതിലുള്ള ഹൊററുമൊക്കെയായി ഒരു മസാല ഫ്യൂഷനാണ് പിന്നീടങ്ങോട്ട്. പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഷറഫുദ്ദീൻ, രഞ്ജിത്ത് സാറായി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതുപോലെ സുരാജ് വെഞ്ഞാറമൂട്, ഷാജി സാറായി അതിഗംഭീരമായ പ്രകടനം കാഴ്ചവെച്ചു. ഏറെ നാളുകൾക്ക് ശേഷമാണ് സുരാജ് ആ പഴയ കോമഡി ലെവലിലേക്ക് എത്തുന്നത്. സന്ദീപ് പ്രദീപ് ജിതിൻ എന്ന കഥാപാത്രം മികച്ചതാക്കി. എടുത്തു പറയാനുള്ളത് ജിതിൻ്റെ കൂട്ടുകാരായി അഭിനയിച്ചവരും സുരാജിൻ്റെ ഭാര്യയായി അഭിനയിച്ച പൂജ മോഹൻദാസുമാണ്. ഒരു യുണീക്ക് കണ്ടൻ്റാണ് ഇതിൻ്റെ മെയിൻ പോസിറ്റീവ്. ക്യാമ്പസും മാജിക്കും കോമഡിയുമൊക്കെ ചേർത്ത് ആ കണ്ടൻറ് മാക്സിമം കൊഴുപ്പിച്ചിട്ടുണ്ട്. കോമഡി രംഗങ്ങളാണ് ഇതിലെ പ്രധാന ഹൈലൈറ്റ്. രാജേഷ് മുരുകേഷിൻ്റെ സംഗീതവും BGMഉം മികച്ചതായിരുന്നു. ഛായാഗ്രഹണം അനു മൂത്തേടത്ത്. നിതിൻ രാജാണ് എഡിറ്റിംഗ്. സംവിധായകൻ മനു സ്വരാജ്. തൻ്റെ ആദ്യ ചിത്രത്തിലൂടെ തന്നെ വ്യത്യസ്തമായ പരീക്ഷണമാണ് നടത്തിയിരിക്കുന്നത്. കോമഡിയിൽ തുടങ്ങി പ്രേക്ഷകരെ ക്യൂരിയോസിറ്റിയുടെ മുൾമുനയിൽ കൊണ്ട് നിർത്തുന്ന ഇൻ്റർവെല്ലും തുടർന്നു വരുന്ന സെക്കൻഡ് ഹാഫിൽ മിസ്റ്ററിയും ഫാൻറ്റസിയും ഇഴചേർത്ത് അതിഗംഭീരമായി തന്നെയാണ് ചിത്രം എടുത്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ക്യാമ്പസ് ലൈഫും കോമഡിയും ഫാൻറ്റസിയുമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് സിനിമ കണ്ട് മനസ്സ് നിറഞ്ഞ് വരാനുള്ള എല്ലാം ഈ ചിത്രം ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കണ്ടതിനു ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ദിസ് ഈസ് വേദിക് നിമൽ സൈനിങ് ഓഫ്. ബൈ.